ആഘോഷച്ചടങ്ങുകളെക്കുറിച്ചും സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പ്രണാമച്ചൻ ഇപ്പോൾ സമയങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട തോമസ് മേനാച്ചൻ, ബഹുമാന്യരായ ശഭാഷന്മാരെ, സെമിനാരി വിദ്യാർത്ഥികളെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിദ്യാർത്ഥി വിഭാഗമായ ജിയോസിന്റെ ശതാബ്ദിയോടനുബന്ധിച്ച് കഴിഞ്ഞ 27-ാം തീയതി ചെന്നൈ ബ്രോഡ്വേ കത്തീഡ്രലിൽ നിന്നും ഡോക്ടർ PC അലക്സാണ്ടർ സാർ കൈമാറിയ ഈ നിമിഷങ്ങളുമായിട്ട് ഡിസംബർ 14-ാം തീയതി പരമ്പരയിലേക്ക് യാത്ര ചെയ്യുന്ന സംഘമാണ് ഇന്ന് ഇവിടെ ആരാധനയെ സംബന്ധിച്ച് നിങ്ങളുടെ സ്വീകരണവും പ്രാർത്ഥനയും ഏറ്റുവാങ്ങി അതോടൊപ്പം പരിശുദ്ധ പിതാക്കന്മാരുടെ ഛായാചിത്രം ഇവിടെ സ്വീകരിക്കുന്നത്. ഈ യാത്രയിലുടനീളം പരിശുദ്ധ പിതാക്കന്മാരുടെ ഛായാചിത്രങ്ങൾ സ്വീകരിക്കുകയും അവരുടെ മധ്യസ്ഥത യാചിക്കുകയും ഈ ഛായാചിത്രങ്ങൾ കോൺഫറൻസ് നടക്കുന്ന പരിപാടിയിൽ പ്രതിഷ്ഠിച്ച് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നടത്തുകയും ചെയ്യുകയാണ്. ഡിസംബർ 14-ാം തീയതി പരിപാടിയിൽ അവസാനിക്കുന്ന യാത്ര ഏകദേശം 6000-ഓളം കിലോമീറ്റർ യാത്ര ചെയ്യുകയാണ്. 2 ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഈ യാത്ര നടത്തുന്നത്. ഒന്ന്, കഴിഞ്ഞ 100 വർഷമായി MGOC പ്രസ്ഥാനം സഭയും ലോകത്തിനും നൽകിയിരിക്കുന്ന സേവനങ്ങളെയും ശുശ്രൂഷകളെയും ലോകത്തോട് വിളിച്ചു പറയുക. രണ്ടാമതായി, ആധുനിക ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ ആഗോള താപനത്തിന് പരിഹാരം മരം വെച്ചുപിടിപ്പിക്കുക എന്നുള്ളതാണ്. മരം ഒരു വരം എന്നുള്ള പ്രത്യേകമായിട്ടുള്ള സന്ദേശം ലോകത്ത് എത്തിക്കുവാനും ഒരു മരമെങ്കിലും വെച്ചുപിടിപ്പിക്കുവാനും ഉള്ള മരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനുമായിട്ടുള്ള പ്രത്യേക സന്ദേശം നൽകിയാണ് ഈ യാത്ര തുടരുന്നത്. ഈ ദിവസങ്ങളിലായി ഏകദേശം 1 ലക്ഷത്തോളം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും വെച്ചുപിടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ദൗത്യമാണ് പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ പ്രകൃതിയോടുള്ള പ്രതിബദ്ധത, സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഈ തലമുറയ്ക്ക് മാത്രമല്ല വരും തലമുറയ്ക്ക് പ്രകൃതി അനുയോജ്യമായ വിധത്തിൽ സജ്ജീകരിക്കുവാനായിട്ടുള്ള കർമ്മപദ്ധതിയാണ് പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ ഈ സെമിനാരിയിൽ പരിശുദ്ധ പിതാക്കന്മാരുടെ കബറിടത്തിൽ ധൂപപ്രാർത്ഥന നടത്തുവാനും പ്രത്യേകമായി ചടങ്ങുകൾ ക്രമീകരിക്കുവാനായിട്ടൊക്കെയുള്ള അവസരം നൽകിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസച്ചനോട്, പ്രത്യേകിച്ച് MGOC ഡൽഹിയിലെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായിരിക്കുന്ന തോമസ് മേനാച്ചന്റെ സാന്നിധ്യം, ഈ സെമിനാരി ആരാധനയിൽ കൂടുതൽ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം ഏറ്റവും അനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഇതിനോട് കൂടെ ഉണ്ടായിരിക്കണം. ഡിസംബർ 26 മുതൽ 31 വരെയാണ് MGOC ശതാബ്ദി കോൺഫറൻസും സമാപന സമ്മേളനവും പരിപാടിയിൽ നടക്കുന്നത്. ദൈവാനുഗ്രഹിക്കുന്ന പക്ഷം എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ തലവനായിരിക്കുന്ന പരിശുദ്ധ ആബൂന പൗലോസ് പാത്രികീസ് ബാബായും അതോടൊപ്പം അദ്ദേഹത്തോട് ചേർന്നുള്ള ഒരു സംഘവും അർമേനിയൻ ഓർത്തഡോക്സ് സഭയുടെ യുവജന വിഭാഗവും എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നുള്ള യുവജന സംഘവും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ യുവജനങ്ങൾക്ക് വേണ്ടി മാത്രം വാഴിച്ചിരിക്കുന്ന ബിഷപ്പ് ആംഗ്ലോസും അമേരിക്കൻ ഓർത്തഡോക്സ് സഭയുടെ ഫാദർ മൈക്കിളും ഒക്കെയും സംബന്ധിക്കുന്ന വലിയൊരു ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. ഏകദേശം 5000-ഓളം പേർ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനം ഡിസംബർ 30-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം മരുമലയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരെയും അതിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഡിസംബർ 28-ാം തീയതി വൈകുന്നേരം വിവിധ ഓർത്തഡോക്സ് സഭകളുടെ ആരാധനാ ഗീതങ്ങൾ അവതരിപ്പിക്കുന്ന ലിറ്ററേച്ചർ മ്യൂസിക് നൈറ്റ് ഉണ്ട്. 30-ാം തീയതി രാവിലെ 11 മണിക്ക് സീനിയർ മെമ്പേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന സീനിയേഴ്സ് മീറ്റ് ഉണ്ട്. ഇതിലൊക്കെ നിങ്ങളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിരിക്കുന്ന ഈ സ്വീകരണത്തിന് കൃത്യമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. MGOC ശതാബ്ദി ആഘോഷ ചടങ്ങുകൾക്കും വിളംബര ഹരിത സന്ദേശ യാത്രയ്ക്കും പരിസ്ഥിതിയുടെ ആശംസകൾ നേരുന്നു. യാത്രയിൽ ദൈവത്തിൻ്റെ ആത്മാവോടെ വഴി നടത്തുവാനാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചിത്രങ്ങൾ ഇപ്പോൾ നടത്തുന്നു. ഈ യാത്രയുടെ ഒരു ഹരിതവൽക്കരണ സന്ദേശം ലോകത്തിൽ നൽകുകയാണ്. നമ്മുടെ സ്ഥാപനങ്ങളിലായി 1 ലക്ഷം വൃക്ഷത്തൈകൾ നടന്നതിന് ഭാഗമായി സെമിനാരിയിലുള്ള ഒരു വൃക്ഷത്തൈ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി മാനേജർ കുര്യാക്കോസച്ചനെ ഏൽപ്പിക്കും. ഇത് MGOC ശതാബ്ദി ഭാഗമായി ഈ ക്യാമ്പസിൽ വളർന്ന് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.
പുണ്യഭൂവിൽ അണയും വിധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വിദ്യാർത്ഥി വിഭാഗമായ സിംഹാസനം വീണാൽ വാഴട്ടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ പരിശുദ്ധ വിശ്വാസികളെ മാർഗ്ഗീയ ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശതാബ്ദി വിളംബരം ചെയ്തുകൊണ്ടുള്ള ഹരിത സന്ദേശ റാലി കോട്ടയം ചെറിയ പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. റാലിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജനറൽ സെക്രട്ടറി ഫാദർ വി എം എബ്രഹാം സംസാരിക്കും. ബഹുമാനപ്പെട്ട പന്നോസ് മാർക്കോസ് അച്ഛൻ, ബഹുമാനപ്പെട്ട CEO ജോർജ് അച്ഛൻ, ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, വിദ്യാർത്ഥി പ്രസ്ഥാനം, യുവജന പ്രസ്ഥാനം പ്രവർത്തകരെ, സ്നേഹിതരെ, കഴിഞ്ഞ നവംബർ 27-ാം തീയതി ചെന്നൈ ബ്രോഡേ കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച് ഡിസംബർ 14-ാം തീയതി പരിമലയിൽ സമാപിക്കുന്ന MGOCSM പ്രസ്ഥാനത്തിന്റെ ശതാബ്ദി വിളംബര ഹരിത സന്ദേശ റാലിക്ക് കോട്ടയം ചെറിയ പള്ളിയിൽ നൽകുന്ന ഈ സ്വീകരണത്തിന് പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ യാത്രയ്ക്ക് 2 ലക്ഷ്യങ്ങളാണുള്ളത്. 100 വർഷം ഒരു മരമെങ്കിലും വെച്ചുപിടിപ്പിക്കണമെന്നും മരം ഒരു വരമാണെന്നുമുള്ള വലിയ സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കുകയാണ്. ഈ യാത്രയിലുടനീളം 1 ലക്ഷത്തോളം വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും നട്ടുപിടിപ്പിക്കുകയും ചെയ്ത് പ്രകൃതിയോടുള്ള സ്നേഹം ജനഹൃദയങ്ങളിൽ എത്തിച്ച് പ്രകൃതിയോടുള്ള പ്രതികരണം പ്രസ്ഥാനം അറിയിക്കുകയാണ്. ആ ഒരു നിലയിൽ പ്രത്യേകമായി ഇവിടെ നൽകിയ ഈ സ്വീകരണത്തിന് ദൈവനാമത്തിൽ നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഡിസംബർ 26 മുതൽ 31 വരെ പരിമലയിൽ നടക്കുന്ന ശതാബ്ദി കോൺഫറൻസിലേക്ക്, ശതാബ്ദി സമാപന സമ്മേളനത്തിലേക്കും നിങ്ങളെല്ലാവരെയും ഹാർദവ സംബന്ധിക്കുന്ന 5000-ഓളം പേർ പങ്കെടുക്കുന്ന ആ മഹാസമ്മേളനത്തിൽ കോട്ടയം ചെറിയ പള്ളിയുടെ ബാനറും പിടിച്ച ഒരു വാഹനമെങ്കിലും അതിലെ ആളുകൾ ഉണ്ടാകണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ഈ കോൺഫറൻസും ശതാബ്ദി സമ്മേളനവും എല്ലാം അനുഗ്രഹകരമായി തീരുവാൻ, ഈ യാത്ര അനുഗ്രഹകരമായി തീരുവാൻ നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ MGOCSMന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറും സ്റ്റുഡന്റ് വൈസ് പ്രസിഡന്റുമാണ് പ്രത്യേകമായിട്ടുള്ള നന്ദി സ്നേഹം അധ്യക്ഷനോടും അറിയിച്ചുകൊണ്ട് ഈ റാലിയുടെ ക്യാപ്റ്റൻ ഡോക്ടർ ഐസക് പി എബ്രഹാം, MGOCSMന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോൺ മാത്യു, MGOCSM എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് അലക്സ്, ഈ റാലിയുടെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട കോശി മാത്യു, അതുപോലെ തന്നെ MGOCSMന്റെ അസോസിയേറ്റ് സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ എല്ലാവരും സംബന്ധിക്കുന്ന ഈ റാലിക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ MGOCSMന് വേണ്ടി ജനറൽ സെക്രട്ടറി അച്ഛൻ ഒരു വൃക്ഷത്തൈ കോട്ടയം ചെറിയ പള്ളി വികാരിക്ക് കൈമാറുന്നു. ഈ MGOCSMന്റെ ശതാബ്ദി സ്മാരകമായി ഈ പള്ളി അങ്കണത്തിൽ തന്നെ വളർത്തണം. അടുത്ത തലമുറയ്ക്ക് MGOCSMന്റെ ശതാബ്ദി വൃക്ഷമായി ഇതിനെ പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട സെക്രട്ടറിയേറ്റ്, മറ്റെല്ലാ ചുമതലപ്പെട്ടവരുമേ, ഒറ്റ വാക്കില് ഒരു കാര്യം മാത്രം പറഞ്ഞ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓർക്കുന്നത് എൻ്റെ ഗുരുനാഥനും എനിക്ക് ഈ പദവിയിലേക്ക് ഉയരുവാൻ തക്കവണ്ണമുള്ള ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുവാൻ തക്കവണ്ണം സുറിയാനി അക്ഷരങ്ങളായ ഓലഫ് ബേസ് അക്ഷരങ്ങൾ എനിക്ക് എഴുതി തന്ന് എന്നെ കൈപിടിച്ച് മുമ്പോട്ട് നടത്തിയ അഭിമന്യ തിരുമേനിയെ ഓർക്കുകയാണ്.
തിരുമേനിയും നമ്മുടെ NGOസുമായിട്ടുള്ള ബന്ധം എന്തുമാത്രമാണെന്ന് ഇവിടെ പറയേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് തിരുമേനിയെ ഓർക്കുകയും തിരുമേനിക്ക് വേണ്ട ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഈ 6000 കിലോമീറ്റർ താണ്ടി പരുമലയിൽ സമാപിക്കുന്ന ഈ സന്ദേശയാത്ര ചെന്നൈ ബ്രോഡ്വേയിൽ നിന്ന് സെന്റ് തോമസ് കത്തീഡ്രലിൽ നിന്ന് ആരംഭിച്ച് ഇടുക്കി ഭദ്രാസനം വഴി കോട്ടയം ഭദ്രാസനത്തിൽ എത്തിച്ചേർന്ന് ചൊവ്വാഴ്ച രാവിലെ തിരുവനന്തപുരം തിരുവാങ്കോടിൽ നിന്ന് ആരംഭിച്ച് കുണ്ടറ, കൊട്ടാരക്കര എന്നീ സ്ഥലങ്ങളിലൂടെ വന്ന് കൊല്ലം നിരണം ഭദ്രാസനത്തിൽ കയറി തിരുമൂലപുരം സ്കൂളിൽ ആദ്യത്തെ കോൺഫറൻസ് നടന്ന തിരുമൂലപുരം സ്കൂളിൽ സമാപിച്ച് അടുത്ത ഞായറാഴ്ച വൈകിട്ട് 4:30 ഇത് പരുമല സെമിനാരിയിൽ സമാപിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. ഈ ദിവസത്തിന്റെ പ്രാരംഭ യാത്രയിൽ ഈ ചെറിയ പള്ളിയിൽ നിന്ന് കിട്ടിയതായ ഊഷ്മളമായ വരവേൽപ്പിന് ഇതിനെ ഹാരാർപ്പണം ചെയ്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട പുന്നൂസ് കോറപ്പിസ്കോപ്പ അച്ഛനോടും ട്രസ്റ്റി മിസ്റ്റർ വി മുഴുവൻ ആളുകൾ ചേർന്ന് ഈ ദിവസിക പ്രയാണത്തിൽ ഹാരാർപ്പണം നടത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി, വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട വൈദികൻ ഡോക്ടർ VM എബ്രഹാം അച്ഛനും, പ്രൊഫസർ ഡോക്ടർ ഐസക് പി. എബ്രഹാം പാമ്പാടിനും, പ്രൊഫസർ ജോൺ മാത്യു,